നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. അർജൻറ്റീന കളിക്കുന്നത് ഫുട്ബോളാണോ? ശരിക്കും പറഞ്ഞാൽ പല ആളുകളും പറയും അവരുടെ കളിശൈലി കോപ്പി ചെയ്യണം, അതിന് അവർ ഫുട്ബോളാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഡസൻ ഹാവ് മച്ച് ടു ഡു വിത്ത് ഫുട്ബോൾ. നിങ്ങൾക്ക് പറയാം അവർ വേൾഡ് ചാമ്പ്യന്മാരായിരുന്നു, ഇപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആണെന്നൊക്കെ. പക്ഷേ ഈ പലരും പാടി പുകഴ്ത്തുന്ന ഈ പുകഴ്ത്തലൊക്കെ എവിടുന്നാണ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റൂഡി വോളറാണെന്ന് പറയുന്നത്. മുൻ ജർമ്മൻ ഇതിഹാസം, ജർമ്മൻ താരമായിരുന്നു റൂഡി വോളർ. അവരുടെ കോച്ചൊക്കെ ആയിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു ഇൻ്റർനാഷണൽ കോച്ചസ് കോൺഗ്രസ്സിൽ വെച്ച്. മുണ്ടോ ഡിപ്പോർട്ടിവോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കോച്ചുമാരോടുള്ള സംസാരത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അർജൻറ്റീനയുടെ പ്രോസസ്സ് മെനി വാണ്ട് ടു കോപ്പി ദാറ്റ്. പലർക്കും അർജൻറ്റീനയുടെ ഒരു പ്രോസസ്സ് കോപ്പി ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അതൊരു മോഡലായി എടുക്കുന്നു. പക്ഷേ ഞാൻ അത് വലിയ രൂപത്തിൽ തമാശയായിട്ടാണ് കാണുന്നത്. ഒരു ബാഡ് എക്സാമ്പിളാണ് അർജൻറ്റീന. കാരണം സഡൻലി എല്ലാറ്റിനും പലരും അർജൻറ്റീനയെ ഒരു യാഡ് സ്റ്റിക്കായിട്ട് എടുക്കുന്നു. എല്ലാം അർജൻറ്റീന വെച്ച് മെഷർ ചെയ്യുന്നു. അതുപോലെ കളിക്കുന്ന ഒരു ടീമിനെ എനിക്ക് വേണ്ട. അർജൻറ്റീന കളിക്കുന്ന പോലെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെ എനിക്ക് വേണ്ട. കാരണം എന്താണെന്ന് അറിയോ? ഫുട്ബോളുമായിട്ട് വലിയ ബന്ധമൊന്നും അവരുടെ കളിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അവർ ലോക ചാമ്പ്യന്മാരായിരുന്നു, അവരിപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആണല്ലോ എന്നൊക്കെ. പക്ഷേ ആ പുകഴ്ത്തലുകളൊക്കെ, അവരുടെ നേരെ വരുന്ന ആ പുകഴ്ത്തലുകളൊക്കെ എന്തിൻ്റെ പേരിലാണ് വരുന്നതെന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലായിട്ടില്ല. ഇതാണ് വോളറുടെ വാക്കുകൾ. ഏതായാലും അർജൻറ്റീനയുടെ കളിരീതിയെക്കുറിച്ച് പൊതുവെ യൂറോപ്യന്മാർക്ക് എതിർപ്പുണ്ട്. കടുത്ത ഫൗളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അർജൻറ്റീന ചെയ്യുന്നതെന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനവും ബിഹേവിയറും ഒക്കെയാണ് കളിക്കളത്തിലെന്നും ഒക്കെയാണ് പലപ്പോഴും യൂറോപ്യന്മാർ പറയാറുള്ളത്. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ടുള്ള തല്ലുമാല അവർ പറയുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലായി പോവുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.